ഞാൻ ഏർവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞെന്തെന്നറിയോ, കരഞ്ഞുപോയി. പലരും വന്നിട്ട്, ഉസ്താദെ നിങ്ങൾ വഴുതു പറയുമ്പോ സിഹിറിനെ കുറിച്ചൊന്ന് പറയണം ഉസ്താദ്. ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി. മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഇല്ല? അള്ളാഹു കാക്കമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു. 10ാം ക്ലാസ് പ്ലസ് 2-നെങ്ങാണ്ട 1ാം റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. അവിടെ ഇങ്ങനെ ഓടി നടക്ക. നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ? ഒരിക്കലും സിഹിർ ചെയ്യല്ലേ പെങ്ങളെ. സിഹിർ ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ഒന്ന് പോകണം ഏർവാടിയിൽ. അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ, എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ. എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത്, ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാ. എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ് എന്തിനാ സഹോദര? നമ്മൾ എന്തിനാ മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലല്ലോ ഓനൊന്നെത്തിയും കാലം. കാരണം അങ്ങനെ നമ്മൾ